ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇജുവാല 2.0. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ വീഡിയോസിനെ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ മെയിൻ ആയിട്ട് പ്ലസ് ടുവിൽ പഠിക്കേണ്ട ആദ്യത്തെ പ്രോബ്ലം ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കുട്ടികളും, അതായത് ഒന്നും അറിയില്ല, അപ്പോൾ പ്ലസ് ടുവിൽ ചേർന്ന് കുറച്ച് ക്ലാസ്സൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് ഉഴപ്പി മറ്റേ ഓണപരീക്ഷയ്ക്കൊക്കെ അത്യാവശ്യം ഫെയിൽഡൊക്കെ ആയി അക്കൗണ്ടൻസിയുടെ ഒരു ബേസിക് പോലും അറിയാത്തവരുണ്ട് എങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ഈ ഒരു അക്കൗണ്ടിന്റെ പ്രോബ്ലം ആണ്, റിവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രോബ്ലം. കാരണം ഇത് നമുക്ക് 8 മാർക്കിന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും നമുക്ക് 100% എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കമ്പ്യൂട്ടറൈസ്ഡിങ് ആയിക്കോട്ടെ, AFS ആയിക്കോട്ടെ, ഏത് ബാച്ചിലെ കുട്ടികൾക്കും ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്, റിവാലുവേഷൻ പ്രോബ്ലം. അപ്പൊ കുറെ പേര് ആലോചിക്കുന്നുണ്ടാവും, ഒന്നും അറിയാത്ത ഞങ്ങൾ എങ്ങനെയാണ് ഈ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രോബ്ലം ചെയ്യാന്നുള്ളത്. അപ്പൊ അതെല്ലാം നമ്മൾ E to Z ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായിരിക്കും പ്രോബ്ലം തന്നിട്ട് നമ്മളത് ആൻസറും ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളും മിസ് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് 8 മാർക്ക് തരുന്ന വീഡിയോ ആണിത്. ഈ ഒരു പ്രോബ്ലം ആണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പ്ലസ് ടു അക്കൗണ്ടൻസി കൊമേഴ്സ് ബാച്ചിലെ എല്ലാ കുട്ടികളും ആദ്യം പഠിക്കേണ്ടത് ഈ ഒരു പ്രോബ്ലം ആണ്. കാരണം ഇത് 8 മാർക്കിന്റെ പ്രോബ്ലം ആണ്, ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു വീഡിയോ ഒറ്റ വട്ടം കണ്ടു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്ന പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും റെഫർ ചെയ്ത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിസ് പറയുന്ന കാര്യങ്ങൾ ഓർഡർ വൈസിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഓർഡർ ആയിട്ട് പറയും, ആ ഓർഡർ ആയിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഫുൾ മാർക്ക് ഈ ഒരു പ്രോബ്ലത്തിലെ ഫുൾ മാർക്ക് വരാം. അപ്പൊ നമ്മൾ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഇനി മുതൽ നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പൊ എല്ലാവരും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പപ്പ കിട്ടി ടൈം കളയാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമുക്കൊരു ക്രിസ്മസിന് മുന്നായിട്ടുള്ള വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു റിവിഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ മാർച്ചിൽ നമ്മൾ ഫൈനൽ എക്സാമിന്റെ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും എസ്പെഷ്യലി പ്ലസ് 1 അക്കൗണ്ടൻസി ഫീൽഡ് ആയ കുട്ടികൾ, ഇംപ്രൂവ്മെന്റ് എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ഇത് കാണണം. കാരണം പ്ലസ് 2 അവർക്ക് കുറച്ച് മാർക്ക് വേണം അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പാർട്ട് 1 പഠിക്കാൻ പോകുന്ന 4 പാഠങ്ങളും പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ, 2 അതിലധികം ആൾക്കാരോ തമ്മിൽ ബിസിനസ് നടത്താം. അപ്പൊ ഈ 4 പേര് അല്ലെങ്കിൽ 3 പേരൊക്കെ അല്ലെങ്കിൽ 2 പേര്, ഏറ്റവും മിനിമം നമുക്ക് വേണ്ടത് 2 ആൾക്കാരാണ്. അപ്പൊ ഈ 2 പേര് തമ്മിൽ നടത്തുന്ന ബിസിനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പാർട്ട്നേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രോഫിറ്റുകളെല്ലാം ഷെയർ ചെയ്യും അല്ലെ. അപ്പൊ പ്രോഫിറ്റ് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ അവർ ക്യാപിറ്റൽ കൊണ്ടുവരും, പിന്നെ അവർ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകും അല്ലെ. അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ പാർട്ട്നേഴ്സിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ വരികയാണ്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. അതായത് നമ്മൾ 2 പേര് ഇപ്പൊ എയും ബിയും ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുമായിരുന്നു. ആ എയും ബിയും നടത്തുന്ന ആ ഒരു ബിസിനസ്സിലേക്ക് സി എന്ന് പറഞ്ഞ ഒരു ന്യൂ പാർട്ട്ണർ വന്ന് ജോയിൻ ചെയ്യാണ്. അങ്ങനെയാണ് എങ്കിൽ, ന്യൂ പാർട്ട്ണർ വന്ന് ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ മാറ്റം വരും. എന്തൊക്കെ വരും? ഇപ്പൊ എയും ബിയും 1:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാന്ന് വിചാരിക്കാം നമുക്ക്. അതായത് ഒരു 50,000 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 25,000 രൂപ എയും 25,000 രൂപ ബിയും എടുത്തു. അതിലേക്ക് ഇനി അവർക്ക് മൂന്നാമതൊരാളായിട്ട് വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ആ ഒരു ഷെയർ ഇനി അവർക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്, അവരുടെ 2 പേരുടെ ഷെയറിൽ നിന്നും കുറച്ച് ഭാഗം സിക്ക് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം? പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ ഒരു ന്യൂ റേഷ്യോ വരുന്നു. പിന്നെ എയും ബിയും ഒരുപാട് അവരുടെ ഷെയറിൽ നിന്ന് കുറച്ച് ഭാഗം ഒരാൾക്ക് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? അപ്പൊ അവിടെ ന്യൂ റേഷ്യോ നമുക്ക് വരികയാണ് പുതിയ ആൾ വരുമ്പോൾ. അതുപോലെ തന്നെ എയും ബിയും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആരൊക്കെയാണ്? എയും ബിയും ഇവിടെ സാക്രിഫൈസ് ചെയ്യുക, സഹിക്കുകയാണ് അവർ. കാരണം അവരുടെ ഒരു ഷെയർ ഒരു പുതിയ പാർട്ട്ണർക്ക് വരുമ്പോൾ നമുക്ക് സഹിക്കുകയാണ് അല്ലെ. നമുക്ക് ഇഷ്ടാവോ? ഇല്ല. അപ്പൊ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ സീന് നമ്മൾ വെറുതെ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നോ, നീ വെറുതെ കൈ വീശി വന്നോ എന്ന് പറയോ? ഇല്ല. കാരണം ന്യൂ പാർട്ട്ണർ വരുമ്പോൾ അവരോട് നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് പറയും അല്ലെ. ഞാനും, അതായത് എയും ബിയും ഓൾറെഡി ഞങ്ങൾ ക്യാപിറ്റലൊക്കെ ഇട്ടിട്ടാണ് ഈ ബിസിനസ് ഇത്രയും വലുതാക്കിയത്. അതുപോലെ നിനക്ക് പാർട്ട്ണർ ആവണം എന്നുണ്ടെങ്കിൽ നീയും എന്ത് കൊണ്ടുവരിക? ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറയും. ഒപ്പം മാത്രമല്ല, എയും ബിയും കൂടി കഷ്ടപ്പെട്ട് ഒരു 3-4 വർഷം കൊണ്ട് നല്ലൊരു ബിസിനസ് ആയിട്ട് വളർത്തിയെടുത്ത് വിൽക്കുക. പെട്ടെന്ന് സി വരുമ്പോൾ ആ സിക്ക് ഒന്നും അറിയണ്ട അല്ലെ. കാരണം എന്താണ്, ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം അറിഞ്ഞാൽ മതി. കഴിഞ്ഞ കാര്യങ്ങളൊന്നും സീനെ ബാധിക്കുന്നതേ അല്ല. അപ്പൊ അതിന് പകരമായിട്ട് സിയോട് പറയാണ്, ഞങ്ങളെ ഫേമിന്റെ ഗുഡ് വില്ലിന്റെ ഒരു ഷെയറും നീ കൊണ്ടുവരണം എന്ന് പറയാണ്. ആര്?
എയും ബിയും ചേർന്നിട്ട് പറയാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഞങ്ങളാണ് ഇത്രയും കാലം നല്ല ഒരു ഫേമിലേക്ക്, അത് കുഴപ്പമില്ലാത്തൊരു ഫേം ആയതുകൊണ്ടാണല്ലോ സി വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഗുഡ് വില്ലിന്റെ ഒരു ഷെയർ നീ കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, ഒരു പുതിയ പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അയാൾ കൊണ്ടുവരേണ്ട 2 ഐറ്റംസ് ആണ് ക്യാപിറ്റലും ഗുഡ് വില്ലും. ഓക്കെ, ഇനി നമ്മൾ ഈ ബുക്കില് പഠിക്കുന്നത്, നമ്മുടെ അക്കൗണ്ടൻസി പാർട്ട് 1 നമുക്ക് പഠിക്കാനുള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റത്തെ പാഠം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പിന്റെ. രണ്ടാമത്തെ പാഠം അഡ്മിഷൻ, നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ആണ്. ആ പാഠത്തിൽ നിന്നാണ് നമുക്ക് ഒരുപാട് മാർക്കിന്റെ പ്രോബ്ലംസും തിയറീസ് എല്ലാം ചോദിക്കുക. അതിൽ 8 മാർക്കിന്റെ പ്രോബ്ലമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ പാഠം ഈ 3 പാർട്ട്ണറിൽ നിന്നും പെട്ടെന്ന് ഒരാൾ റിട്ടയർ ആവുകയോ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുകയോ, പെട്ടെന്ന് ഒരാൾക്ക് മരണം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് 3-ാം പാഠത്തിലുള്ളത്. ദെൻ 4-മതായിട്ട് നമ്മൾ പഠിക്കുന്ന പാഠം ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ ആണ്, പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അടച്ചു പൂട്ടുന്ന അവസ്ഥ, നമ്മളെ പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുന്ന അവസ്ഥ. അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് പാർട്ട് എ സെക്ഷനിലുള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും നിർബന്ധമായി പഠിക്കേണ്ട പാഠം, എല്ലാ പാഠവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷെ അഡ്മിഷനിലാണ് 8 മാർക്കിന്റെ പ്രോബ്ലം കിടക്കുന്നത്. അപ്പൊ അഡ്മിഷന്റെ പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ 8 മാർക്കാണ് നമ്മൾ ആദ്യം കൈക്കലാക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു പുതിയ പാർട്ട്ണർ വരികയാണ്. അയാൾ വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാപിറ്റലും ഗുഡ് വില്ലും. പിന്നെ അയാൾ വരുമ്പോൾ ക്യാപിറ്റലും ഗുഡ് വില്ലും ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ചോട്ടാ. അപ്പൊ നമ്മൾ ഒരു പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കില്ലേ? ഇപ്പൊ നമ്മുടെ എക്സാമ്പിളിലെ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എയും ബി ആണ്. ആ ഓൾഡ് പാർട്ട്നേഴ്സിനെ അവിടെ അധികാരമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സി കൊണ്ടുവന്ന ആ ഗുഡ് വില്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രീമിയം എന്നാണ്. എന്താണ് പ്രീമിയം? എന്താണ്? ദെൻ റിസർവുകളോ പ്രോഫിറ്റുകളോ ലോസുകളോ, ഇത് നമ്മൾ കരുതൽ പണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ഇവര് മുൻകൂട്ടിയിട്ട് എടുത്തു വെച്ച റിസർവുകളോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസോ റിവാലുവേഷൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഒക്കെ നമ്മൾ തയ്യാറാക്കി അതിന്റെ എല്ലാ പ്രോഫിറ്റും ആർക്കുള്ളതാണ്? ഇത് 3 ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം ഓൾഡ് പാർട്ട്നേഴ്സിന് ഉള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മളത് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതെന്ന് പറയുന്നത് എന്നറിയാം? ഇപ്പോൾ എയും ബിയും ഓൾഡ് പാർട്ട്നേഴ്സ്, സി വരുമ്പോൾ ക്യാപിറ്റലും കൊണ്ടുവന്നു, അതുപോലെ തന്നെ അയാൾ പ്രീമിയം ഓർ ഗുഡ് വിൽ, 2 പേരുണ്ട് കേട്ടോ, പ്രീമിയം ഓർ ഗുഡ് വിൽ കൊണ്ടുവന്നു. ഇതിലെ പ്രീമിയം എക്കും ബിയും അവകാശപ്പെട്ടതാണ്. അവരത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിച്ചെടുക്കും. അപ്പൊ സിയോട് ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് സി പറയാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ക്യാപിറ്റലും പ്രീമിയം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്കറിയണമല്ലോ, ഇനി മുതൽ ഞാനും നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ ഒരാളാണ്. എനിക്കറിയണം ഇവിടെ എത്രത്തോളം അസറ്റ് ഉണ്ട്, എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ട്, ദെൻ ഇവിടുത്തെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിലെ ബാലൻസ് ഷീറ്റ് എന്താണ്, ഇതൊക്കെ അറിയാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അതായത് നിങ്ങൾ എന്നോട് പറയണം. അപ്പൊ എയും ബിയും സമ്മതിക്കുകയാണ്, ശരി ഞങ്ങൾ ഇതുവരെയുള്ള എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്ത്, ഓൾ അക്കൗണ്ട്സ് ഷുഡ് ബി ക്ലോസ്ഡ് ആൻഡ് നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് തരാം, ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് തരാം. കാരണം ഇവര് കുറെ അസറ്റുകളെല്ലാം കുറച്ച് കൊല്ലങ്ങൾ മുന്നേ വാങ്ങിയതായിരിക്കും. അതിന് ഇപ്പോഴത്തെ നിലവിലെ വാല്യൂ കുറയാം കൂടാം. അതുപോലെ തന്നെ കുറെ മുമ്പ് ഞങ്ങൾ എടുത്തു വെച്ച റിസർവുകളൊന്നും നിനക്ക് തരാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ വീതിച്ചെടുത്ത് ഒരു പുതിയ ഫേം റീകൺസ്റ്റിറ്റ്യൂഷൻ നടത്താം. റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ പുതുക്കി പണിത് നമ്മൾ പുതിയൊരു ഫേം പോലെ ഇനി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്ത് പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. അത് നമ്മൾ ആർക്ക് കാണിച്ചു കൊടുക്കണം? പുതിയ പാർട്ട്ണർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ഫേമിലുള്ള അസറ്റിന്റെയും ലൈബിലിറ്റീസിന്റെയും വാല്യൂസ് എല്ലാം ഒന്നും കൂടി റീവാല്യൂ നടത്തും. റീവാല്യൂ എന്ന് വെച്ചാൽ എന്താ? റീവാല്യൂ നടത്തുക മീൻസ് ഒന്നും കൂടി വില കണക്കാക്കുക. ആ റീവാലുവേഷൻ നടത്തിയിട്ട് എത്രത്തോളം ഉണ്ട് എന്ന് നിനക്ക് വ്യക്തമാക്കി തരാം. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റീവാലുവേഷൻ അക്കൗണ്ട്, ഈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവാം. മേ ബി പ്രോഫിറ്റ് ഓർ ലോസ്, എന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പൊ ഈ പ്രോഫിറ്റും ലോസും ആരാണ് വീതിച്ചെടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് വീതിച്ചെടുക്കുക. ഇത് എന്തിനാണ് തയ്യാറാക്കുന്നത്? റിവാലുവേഷൻ അക്കൗണ്ട് എന്തിനാണ് തയ്യാറാക്കുന്നത്? റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് അസറ്റിന്റെ വാല്യൂ കൂടാം കുറയാം, ലൈബിലിറ്റീസ് കൂടാം കുറയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ചസ് എമൗണ്ട് മാത്രം നമ്മൾ എഴുതുന്ന ഒരു നോമിനൽ അക്കൗണ്ട്, വെറുതെ കുറച്ച് കാലത്തിന് ടെമ്പററി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്. എന്തിനാണ് തയ്യാറാക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് ഒരു പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞാലേ അയാൾക്ക് നമ്മൾ അസറ്റുകളൊക്കെ റീവാല്യൂ നടത്തി ഒന്ന് കാണിച്ചു കൊടുക്കണം.
അതിലെ ഇപ്പൊ ഏതെങ്കിലും അസറ്റിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സ്ഥലത്തിനൊക്കെ എപ്പോഴും വില കൂടും. ഒരു 5 കൊല്ലം മുന്നുള്ള വിലയാവില്ല ഇപ്പോൾ. അപ്പൊ 5 കൊല്ലം മുന്നേ ഒരു 50,000 രൂപയ്ക്ക് വാങ്ങിയ ബിൽഡിംഗ് ആയിരുന്നു, ഇപ്പോൾ അതിന്റെ വില 75,000 രൂപയാണ്. അപ്പൊ അവിടെ എന്താണ്, നമുക്ക് അസറ്റിന്റെ വാല്യൂ കൂടി. എത്ര രൂപ കൂടി? 25,000 കൂടി. അപ്പൊ നമ്മളത് ഇവിടെ ചെയ്തു. ഇനി അസറ്റിന്റെ വാല്യൂ കുറയാം. ഈ ഫർണിച്ചർ മെഷീനറി ഒക്കെ നമ്മൾ യൂസ് ചെയ്യും തോറും അതിന്റെ വാല്യൂ കുറയും. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എഴുതി. നേരെ ഓപ്പോസിറ്റ് ലൈബിലിറ്റീസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പൊ ലൈബിലിറ്റീസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അസറ്റിന്റെ വാല്യൂ കൂടിയാൽ എവിടെ എഴുതാം, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ എവിടെ എഴുതാം, ലൈബിലിറ്റി കൂടിയാൽ എവിടെ എഴുതാം, ലൈബിലിറ്റി കുറഞ്ഞാൽ നമുക്ക് എവിടെ എഴുതാം. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. നമുക്കൊരു 8 മാർക്കിന്റെ പ്രോബ്ലം ചെയ്യാൻ പോവാം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയ പാർട്ണർ വരുന്നു, അയാൾ വരുമ്പോൾ ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവരുന്നു. അതിൽ ക്യാപിറ്റൽ അയാൾ എടുക്കുന്നു, ഗുഡ്വില്ല് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുന്നു. ഓക്കെ, ദെൻ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്തിനാണ് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അസറ്റിന്റെ വാല്യൂ കൂടിയോ കുറഞ്ഞോ, ലയബിലിറ്റീസ് കൂടിയോ കുറഞ്ഞോ എന്നറിയാൻ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇതിന്റെ ബാലൻസിങ് ഫിഗർ ഓൾഡ് പാർട്ട്നേഴ്സ് വിധിച്ചെടുക്കും. ദെൻ പുതിയൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. അതിലെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ വിധിച്ചെടുക്കുന്ന റേഷ്യോ ആണ്. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമുക്കിനി ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മിസ് എഴുതിയെടുത്താണ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് വരച്ചു കുത്തി പറഞ്ഞുതരണം, ചോദ്യം എങ്ങനെ വരാമെന്നും ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആണ് കേട്ടോ. കാരണം നമുക്ക് നല്ല പോലെ മനസ്സിലാവണമെന്നുണ്ട് എങ്കിൽ നല്ല പോലെ പറഞ്ഞുതരണം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2018 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, following is the balance sheet shows financial position of Joseph and Rajesh. Their ratio is 2:1. അപ്പൊ ഈ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? ജോസഫും രജീഷും ആയിരുന്നു പാർട്ട്നേഴ്സ്. അവരുടെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ബിൽഡിംഗ്, ദെൻ ക്രെഡിറ്റേഴ്സ്, റിസർവുകൾ എല്ലാം തന്നിട്ടുണ്ട്. അവരുടെ ക്യാപിറ്റലും തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദേ എഗ്രി ടു അഡ്മിറ്റ് ജോബിഷ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഫോർ 1/4 ഷെയർ. അതായത് അവര് പുതുതായിട്ടൊരു പാർട്ട്ണറെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ജോബിഷ് എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ ഷെയർ എന്ന് പറയുന്നത് 1/4 ആണ്. ജോബിഷ് ബ്രിങ് 20,000 ആസ് ക്യാപിറ്റൽ, 6,000 ആസ് ഗുഡ് വിൽ. ജോബിഷ് വരുമ്പോൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? 20,000 ക്യാപിറ്റലും 6,000 ഗുഡ് വില്ലും ആണെന്ന് നമുക്കറിയാം. Then furniture depreciated by 12%, stock depreciated by 10%, create provision at 5% on debtors, prepare revaluation capitals and new balance sheet of the firm. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 അക്കൗണ്ടുകൾ തയ്യാറാക്കണം: റിവാലുവേഷൻ, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പഴയ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ക്യാപിറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പഴയ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ്. ഈ പഴയ ബാലൻസ് ഷീറ്റിൽ ഈ റിസർവുകളൊക്കെ ഉണ്ട് എങ്കിൽ, കണ്ടോ, റിസർവുകൾ ഉണ്ട് എങ്കിൽ ഇത് ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിൽ വിധിച്ചെടുക്കുന്നതായിട്ടാണ്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റിൽ ജോബിഷ് ക്യാപിറ്റൽ കൊണ്ടുവന്നത് ജോബിഷിനുള്ള തന്നെയാണ്. 6,000 രൂപ ഗുഡ് വില് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് വീതിച്ചെടുക്കുക. ദെൻ ഫർണിച്ചർ ഒരു അസറ്റ് ആണ് അല്ലെ. ഫർണിച്ചർ ഡിപ്രീഷിയേറ്റഡ് എന്ന് വെച്ചാൽ വാല്യൂ കുറഞ്ഞു എന്നാണ് അർത്ഥം. വാല്യൂ കുറഞ്ഞു 10%. അപ്പോൾ ഫർണിച്ചർ എത്ര രൂപ ഉണ്ടായിരുന്നു? 3,500 ആയിരുന്നു. അതിന്റെ 12% എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് വരിക? 3,500 into 12%. നമുക്ക് 420 രൂപ കുറഞ്ഞു. കണ്ട, ചേഞ്ചസ് മാത്രം നമുക്ക് എവിടെ ആവശ്യമുള്ളൂ? റിവാലുവേഷനിൽ ആവശ്യമുള്ളൂ. സ്റ്റോക്ക് ഡിപ്രീഷിയേറ്റഡ് 10%. സ്റ്റോക്ക് എത്ര രൂപ ഉണ്ടായിരുന്നു? 14,000 ഉണ്ടായിരുന്നു. 14,000 10% എന്ന് പറയുമ്പോൾ 1,400 ആണ് വരിക. എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 1,400 rupees നമുക്ക് കുറഞ്ഞു. കണ്ട, എമൗണ്ട് നമുക്ക് ഇതുപോലെ തരില്ല. പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. പ്രൊവിഷൻ തന്നിട്ടുണ്ട് 5%. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്. ഇപ്പോഴേ പഠിച്ചു വെക്കാം. കുറേ കുട്ടികൾക്ക് സംശയമാണ്. കാരണം ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു ഐറ്റം ആണ് ഈ പ്രൊവിഷൻ. അപ്പം അതൊരു ലൈബിലിറ്റി ആണ്. പ്രൊവിഷൻ ഡെപ്റ്റേഴ്സിന്റെ മേലാണ് നമ്മൾ കാണുക. ഡെപ്റ്റേഴ്സ് 11,600 ആണ്. അപ്പോൾ നമ്മൾ 11,600 into 5%. അപ്പോൾ 5,580 rupees നമുക്ക് ലൈബിലിറ്റി കൂടി. ക്രിയേറ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബിലിറ്റി കൂടി എന്നാണ് അർത്ഥം. ഇതേപോലെ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് നമ്മളിങ്ങനെ വിശകലനം ചെയ്തിരിക്കാം. അതിനൊക്കെ അത്യാവശ്യം ടൈം ഉണ്ടാവും കേട്ടോ. കാരണം നിങ്ങൾക്ക് പറഞ്ഞ ഓർഡറിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ 8 മാർക്കൊക്കെ സുഖമാണ്.
അപ്പോൾ നമ്മൾ തയ്യാറാക്കേണ്ട എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുക, ഒരു വർക്കിംഗ് നോട്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു വർക്കിംഗ് നോട്ട് തയ്യാറാക്കി വെക്കണം. ആ വർക്കിംഗ് നോട്ടിൽ മിസ് ഹെഡിങ് കൊടുത്തിട്ടില്ല, വർക്കിംഗ് നോട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. ഈ വർക്കിംഗ് നോട്ടിൽ നിങ്ങൾ എഴുതുന്നത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണെന്ന് എഴുതി വെക്കാം. ദെൻ പിന്നീട് എഴുതേണ്ടത് ഗുഡ് വിൽ ഈസ്, നമ്മൾ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് ആണ്, ഗുഡ് വിൽ ഓർ പ്രീമിയം ഈസ് നമ്മൾ ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ആരാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് ഷെയർ ചെയ്യുന്നത് അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഏത് റേഷ്യോയിലാണ്? അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് എഴുതി വെക്കാം. അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ സാക്രിഫൈസ് റേഷ്യോ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ വർക്കിംഗ് നോട്ടിൽ ഒരു കാര്യം കൂടി എഴുതി വെക്കാം, ഓൾഡ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു സാക്രിഫൈസിങ് റേഷ്യോ. ഇവരുടെ ഓൾഡ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോയുടെ ഈക്വൽ ആണ് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ ഇവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2:1 ആണ്. സോ ഇറ്റ് വിൽ ബി 2:1. അതായത് ഓൾഡ് റേഷ്യോ ഈക്വൽ ടു സാക്രിഫൈസിങ് റേഷ്യോ എന്നൊന്നും എഴുതി വെക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കണ്ടുപിടിക്കാതെ നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണെന്ന് ഇതുപോലെ എഴുതി വെക്കണം. മസ്റ്റ് ആണ് കേട്ടോ. എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ ഇതുപോലെ ആദ്യം ഒരു വർക്കിംഗ് നോട്ട് എഴുതി വെക്കണം. വർക്കിംഗ് നോട്ടിൽ എഴുതേണ്ടത് എന്താണ്? ഓൾഡ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു സാക്രിഫൈസിങ് റേഷ്യോ എന്ന് എഴുതി വെക്കുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഏറ്റവും ആദ്യം വർക്കിംഗ് നോട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. നമുക്ക് 3 പാർട്ട്നേഴ്സ് ആണുള്ളത്. 3 പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു അക്കൗണ്ട് വരച്ചിട്ട് 3 എമൗണ്ടുകളോളം കൊടുക്കുക. ജോസഫ്, രജീഷ് ആൻഡ് ജോബിഷ്. ന്യൂ പാർട്ട്ണറുടെ ആയിരിക്കണം മൂന്നാമത്തെ. ഫസ്റ്റത്തെ 2 ഓർഡർ വൈസിൽ തന്നെ നമ്മൾ എഴുതാം. ഓക്കെ. അതിനുശേഷം നിങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ വിട്ടിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് വരച്ച് വെക്കുക. ഒരേ എമൗണ്ടുകളും മാത്രം മതി. അതിനുശേഷം അതിന് കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വെക്കുക? ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരച്ച് വെക്കുക. ഇത് 3 നിങ്ങൾ ആദ്യം വരച്ച് വെച്ച് വർക്കിംഗ് നോട്ട് ആദ്യം തയ്യാറാക്കി വെക്കണം. ഓക്കെ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതൊക്കെ കണ്ടപ്പോൾ തലകറങ്ങുന്നുണ്ടാവും, അയ്യോ ഇതൊക്കെ എന്താണെന്ന്. ഒരു തലകറങ്ങും പേടിക്കും വേണ്ട. ഈ ഓർഡറിൽ ഫസ്റ്റ് കേൾക്കണ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ആദ്യം നമ്മളിത് ചെയ്യാം. ഓക്കെ. 3 വരച്ച് വെച്ചു, വർക്കിംഗ് നോട്ട് ചെയ്ത് വെച്ചു. പിന്നീട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ക്വസ്റ്റ്യനിലെ നമ്മളോട് ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കുക. ആദ്യം പറഞ്ഞത് ബാലൻസ് ഷീറ്റ് അല്ലേ? ആ ബാലൻസ് ഷീറ്റിലത്തെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അതിൽ ക്യാപിറ്റൽ ഉണ്ടാവും ജോസഫിൻ്റെയും രജീഷിൻ്റെയും. അത് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്ത് ക്രെഡിറ്റ് സൈഡിൽ പോയി ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതി അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എമൗണ്ട് എഴുതി വെക്കണം. 27,000 and 16,000. ന്യൂ പാർട്ട്ണർ ഇല്ല, ഡാഷ് ഇടാം. അതിനുശേഷം ഒരു റിസർവ് എടുക്കുന്നുണ്ട്. ഈ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സ് വിധിച്ചെടുക്കുന്നത് തന്നെയാണ്. അതും നമ്മൾ അവർക്ക് വിധിച്ചു കൊടുക്കുക. എന്തെന്ന്? റിസർവ് എന്ന് പറഞ്ഞിട്ടോ, ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടോ. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വിധിച്ചു കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് 2,000 കിട്ടും, ഒരാൾക്ക് 1,000 കിട്ടും. പുതിയ പാർട്ട്ണർക്ക് ഇതൊന്നും അവകാശമില്ല, അതുകൊണ്ട് അവിടെ നമ്മൾ ഡാഷ് ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ ഫസ്റ്റത്തെ സെന്റൻസ് നോക്കാം. അഡ്ജസ്റ്റ്മെന്റിലെ ജോബിഷ് 20,000 ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ നമ്മൾ എഴുതണ്ടേ? അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവരിക. നമ്മൾ എന്ത് എഴുതി? 20,000 എഴുതി. കണ്ടോ? ഇത് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നതാണ്. ഓക്കെ. പിന്നെ അയാൾ വരുമ്പോൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? 6,000 ആസ് ഗുഡ് വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ് വില്ല് നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് എന്താണ്? പ്രീമിയം ആണ്. 6,000 രൂപയാണ് കൊണ്ടുവന്നത്. അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ തന്നെ ഓൾഡ് പാർട്ട്നേഴ്സ് വിധിച്ചെടുക്കുന്നു. അപ്പോൾ ഒരാൾക്ക് 4,000 വരും, ഒരാൾക്ക് 2,000 വരും. ഇതെങ്ങനെ കിട്ടിയത്? 6,000 into 2/3, 6,000 into 1/3. ഓക്കെ. ഇങ്ങനെ ചെയ്ത് ഇത് 4 നമ്മൾ ആദ്യം എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ 2-3 അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അപ്പം കഴിഞ്ഞു കേട്ടോ. കാരണം ഇത് കഴിഞ്ഞു. ഇനി ഒരു 3 അഡ്ജസ്റ്റ്മെന്റ് നോക്കിയാൽ മതി. ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഫർണിച്ചർ കുറഞ്ഞു, സ്റ്റോക്ക് കുറഞ്ഞു, പ്രൊവിഷൻ കൂടി. ഫർണിച്ചറും സ്റ്റോക്കും അസറ്റാണ്. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എഴുതുക? അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഇതിവിടെ ഇത്രയും എഴുതിയിട്ട് ഇവിടെ നിർത്തി വെക്കുക. കാരണം നമുക്ക് ഇതിൽ ഇനിയും ഒരു ഐറ്റം കൂടി വരാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് എടുത്തോ. റീവാലുവേഷൻ അക്കൗണ്ടിൽ ചേഞ്ചസ് എമൗണ്ട് മാത്രം, അഡ്ജസ്റ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് നോക്കി നമ്മൾ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം വാല്യൂ കുറഞ്ഞത് ഫർണിച്ചർ ആയിരുന്നു. ഫർണിച്ചറിന്റെ വാല്യൂ കുറഞ്ഞത് 12% ആണ്. 420. എങ്ങനെ 420 കിട്ടിയത്? ഫർണിച്ചർ 3,500 രൂപയായിരുന്നു. അതിന്റെ 12% ആണ് കുറഞ്ഞത്. പെർസെൻറ്റേജ് ആണ്. ഒപ്പം തന്നെ നമുക്ക് അവിടെ സ്റ്റോക്കിന്റെയും വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. 1,400 നമുക്ക് കിട്ടിയത്. എങ്ങനെ 1,400 കിട്ടിയത്? 14,000 into 10%. ഓക്കെ.
പിന്നീട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൊവിഷൻ കൂടി എന്നാണ്. പ്രൊവിഷൻ നമുക്ക് കൂടിയിരിക്കുന്നത് 5% ആണ്. ഓക്കെ, 5% പ്രൊവിഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എഴുതാം? ലയബിലിറ്റി ഇവിടെ തന്നെയാണ് കൂടുക. അപ്പം നമ്മൾ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര പെർസെൻറ്റേജ്? 5%. 5% നമ്മുടെ ഡെപ്റ്റേഴ്സ് 11,600 ആണ്. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 580 വരും. ഓക്കെ, അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടി ഉണ്ടായിരുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ബിൽഡിംഗ് അപ്രീഷിയേറ്റഡ് 10,000. അപ്രീഷിയേറ്റഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? അർത്ഥം കൂടി എന്നാണ് അർത്ഥം. 10,000 അപ്രീഷിയേറ്റഡ്, വില കൂടി. ആരുടെ? ബിൽഡിങ്ങിന്റെ വില കൂടി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എഴുതും? അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. അപ്പൊ ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ബൈ ബിൽഡിംഗ്. എത്ര രൂപ കൂടി എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? 10,000 rupees കൂടി എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് മാത്രം നമ്മൾ എഴുതിയാൽ മതി എവിടെ? റിവാലുവേഷൻ അക്കൗണ്ടിൽ. അഡ്ജസ്റ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 10,000 ഇവിടെയാണ് നമുക്ക് കൂടുതൽ അല്ലേ? 10,000, 420 ഏതാണ് കൂടുതൽ? 10,000 ആണ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ 10,000 ചെയ്ത് രണ്ട് ലൈൻ വരയ്ക്കുന്നു, ടാലി ചെയ്തിട്ടുന്നു. 10,000 നിന്ന് നമ്മൾ ഈ സൈഡിലെ എമൗണ്ടുകളെല്ലാം നമ്മൾ മൈനസ് ചെയ്യണം. 420, 4,100, 580 ഒക്കെ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 7,600 ആണ് കിട്ടുക. സംശയമുള്ള കുട്ടികൾക്ക് ഒന്ന് കാൽക്കുലേറ്റർ ജസ്റ്റ് കാണിച്ചു തരാം. വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 10,000 മൈനസ് 420 മൈനസ് 1,400 മൈനസ് 580. കേട്ടോ, ഇത് നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിനെ വിരിച്ചു കൊടുക്കുക. ഏത് പാർട്ട്നേഴ്സിനെ? പാർട്ട്നേഴ്സായ ഓൾഡ് പാർട്ട്നേഴ്സായ അവർക്ക് വിരിച്ചു കൊടുക്കുക. ഓൾഡ് പാർട്ട്നേഴ്സ് ഒന്ന് നമ്മുടെ ജോസഫ് ആയിരുന്നു, അടുത്ത് നമ്മുടെ രജീഷ് ആയിരുന്നു. അപ്പോൾ രജീഷിനും ജോസഫിനും വിരിച്ചു കൊടുക്കുക. അവരുടെ റേഷ്യോ എത്രയാണ്? 2/3 ആൻഡ് 1/3. ഓക്കെ, 2/3 1/3 ഇൻറ്റു 2/3. അപ്പോൾ 6.6 ആണ്. 67 ആയിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. അടുത്ത ആളത് 7,600 ഇൻറ്റു 1/3. അപ്പോൾ നമുക്ക് 2,533 0.3 എടുക്കണ്ട. റൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. ഇതോടുകൂടി റിവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു എമൗണ്ട് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ റിവാലുവേഷൻ ക്ലോസ് ആവുക. ഇവിടെ റിവാലുവേഷൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് പാർട്ട്നേഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം കൊണ്ടുകൊടുക്കാനായിട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഈ എമൗണ്ട് കേട്ടോ അവർക്ക് വിരിച്ചു കൊടുത്ത് ഈ ഒരു എമൗണ്ട് 50672533. പിന്നെ ന്യൂ പാർട്ട്ണർക്ക് ഉണ്ടോ? ഇല്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞു. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു സൈഡിലല്ലേ മിസ് വന്നുള്ളൂ, മറ്റേ സൈഡിൽ വന്നില്ല, കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ല. നമ്മൾ എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ മൂന്നാമതായിട്ടുള്ള നമ്മുടെ ന്യൂ പാർട്ട്ണറുടെ സെയിം എമൗണ്ട് തന്നെയാണ് വരിക. 20,000 ഇവിടെ വരും. ഇവിടെ ഒന്നുമില്ലല്ലോ, 20,000 ഇവിടെ വരും. ബാലൻസ് ചെയ്യുമ്പോൾ 20,000 വരും. അടുത്ത ആളുടെ നമുക്ക് ബാലൻസ് ചെയ്യാം. ഓരോരോ പാർട്ട്നേഴ്സിൻ്റെയും നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ 27,000 പ്ലസ് 2,000 പ്ലസ് 4,000 പ്ലസ് 5067. അപ്പോൾ 38067 വരും. അതന്നെ നമുക്ക് ഇവിടെയും വരിക 38067. അടുത്ത ആൾ നമുക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 21,533 ആണ് വരുന്നത്. 21,533 21,533. ഓക്കെ, ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് ബാലൻസിങ് ഫിഗർ. ഇത് നമ്മൾ ക്യാപിറ്റലായിട്ട് എഴുതും ന്യൂ ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതും. ഇപ്പം നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞു. ഇപ്പം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓൾഡ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് വേണം ബാലൻസ് ഷീറ്റ് എഴുതാനായിട്ട്. ഇതാണ് നമ്മുടെ ഓൾഡ് ബാലൻസ് ഷീറ്റ്. ഈ ഓർഡറിൽ തന്നെ എഴുതാം. പിന്നെ ഈ ക്യാഷിൻ്റെ കൂടെ പ്ലസ് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലും പ്ലസ് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ലും നമ്മൾ എഴുതണം. ഓക്കെ, ഗുഡ് വില്ല് നമ്മൾ എഴുതണം. ദെൻ ജനറൽ റിസർവ് നമ്മൾ ഇനി പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു വീതിച്ചെടുത്തു. പിന്നെ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നമ്മൾ എഴുതരുത്. പകരം പുതിയ ബാലൻസിങ് ഫിഗർ നമുക്ക് കിട്ടും. 3 ആൾക്കാരുടെ 3 പേരുടെയും നമ്മൾ എഴുതണം. ഓക്കെ, പിന്നെ നമ്മൾ ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ നമുക്ക് ഉണ്ടായിരുന്നത് കുറച്ച് കാണിക്കണം. ഇതിൻ്റെ ഒക്കെ വാല്യൂ കുറഞ്ഞു കൂടി അതൊക്കെ നമ്മൾ കാണിക്കണം. ഓക്കെ, നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ക്യാഷിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഓൾഡ് ക്യാഷ് പ്ലസ് പുതിയ പാർട്ട്നേഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഓൾഡ് ക്യാഷ് 1,900 ആണ്,
പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ 20,000 ആണ്, പുതിയ ആൾ കൊണ്ടുവന്ന ഗുഡ് വില് 6,000 ആണ്. ഇത് 3 നമ്മൾ കൂട്ടിയിട്ട് അവിടെ എഴുതണം. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് എത്രയാണ്? 11,600 ആണ്. അതിൽ നിന്ന് മൈനസ് പ്രൊവിഷൻ, നമുക്ക് പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ആ പ്രൊവിഷൻ നമ്മൾ മൈനസ് ചെയ്യുക. ഈ പ്രൊവിഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടാഞ്ഞേ? നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. ഈ 5,080 നമ്മൾ മൈനസ് ചെയ്തിട്ട് ഔട്ടറിലേക്ക് എഴുതാം. അടുത്തത് സ്റ്റോക്കാണ്. സ്റ്റോക്കും നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? 14,000 രൂപയായിരുന്നു, അതിൽ നിന്ന് സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞതൊക്കെ കുറച്ചെഴുതുക, കൂടിയതൊക്കെ കൂട്ടി എഴുതുക. ഫർണിച്ചർ നമുക്ക് എത്രയായിരുന്നു? 3,500 ആയിരുന്നു. അതിൽ നിന്നും നമുക്ക് 12% ഫർണിച്ചറിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്, 420 റുപ്പീസ് കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കും ഫർണിച്ചറും കഴിഞ്ഞു. ദെൻ ബിൽഡിംഗ് ആയിരുന്നു. ബിൽഡിങ്ങിന് നമുക്ക് എന്താ സംഭവിച്ചത്? 24,000 ആയിരുന്നു ബിൽഡിങ്. അത് അപ്രീഷിയേറ്റഡ് ആണ്, കൂടാണ്. അപ്പൊ പ്ലസ് 10,000. കണ്ടോ, എല്ലാത്തിലും അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എല്ലാത്തിലും അഡ്ജസ്റ്റ്മെന്റ് ഇതുപോലെ എഴുതി വെക്കണം. ഇപ്പൊ നമുക്ക് ആ സൈഡിൽ ഇനി ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ എമൗണ്ടിൽ നമ്മൾ ഇനി ലാസ്റ്റ് കാണും. അത് കഴിഞ്ഞ് നമ്മൾ ലൈബിലിറ്റി സൈഡ് വന്നു. ക്രെഡിറ്റേഴ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല, അതായത് അതുകൊണ്ട് നമ്മൾ ഔട്ടറിലേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല മീൻസ് ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടുമില്ല, ക്രെഡിറ്റേഴ്സ് കുറഞ്ഞിട്ടുമില്ല. ദെൻ ജനറൽ റിസർവ് ഉണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ. ജനറൽ റിസർവ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എഴുതാനേ പാടില്ല. പിന്നെ ക്യാപിറ്റലുള്ളത്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയ ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ജോസഫിന്റെ എഴുതണം, രജീഷിന്റെ നമ്മളിവിടെ എഴുതണം, അതുപോലെ തന്നെ നമ്മൾ ജോബിഷിന്റെ എഴുതണം. അപ്പൊ ജോബിഷ്, രജീഷ് 3 ആളുടെ ക്യാപിറ്റൽ എമൗണ്ടും. ഇതിൽ പുതുതായിട്ട് വന്ന ആൾക്ക് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കിയുള്ളവരുടെ ബാലൻസിങ് ഫിഗർ നമ്മളെടുത്ത് എഴുതാം. ഇതാണ് നമ്മുടെ ബാക്കിയുള്ളവരെ 3 ആളുടെയും ബാലൻസിങ് ഫിഗർ. 38067 21533. ഇത് 3 കൂട്ടിയിട്ട് വേണം ഔട്ടറിലേക്ക് എഴുതാൻ. കണ്ടോ, ഇതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ നടത്തിയെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവാം. അതായത് ഇപ്പൊ തന്നെ ഓർമ്മിച്ച് പഠിക്കുക. ക്യാഷ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ക്യാഷ് പ്ലസ് ന്യൂ ക്യാപിറ്റൽ പ്ലസ് പുതിയ ആൾ കൊണ്ടുവന്ന എമൗണ്ട്. അപ്പൊ 27,900 റുപ്പീസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യുന്നതൊക്കെ മൈനസ് ചെയ്യും. 11,600 മൈനസ് 580 നമുക്ക് 11,020 കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റോക്ക് 14,000 നിന്ന് മൈനസ് 1,400, അപ്പോൾ 12,600 കിട്ടി. ദെൻ ഫർണിച്ചർ നമുക്ക് 3,500 മൈനസ് 420 ആണ്, 420 നമുക്ക് 3,080 കിട്ടി. ബിൽഡിങ് 34,000 കിട്ടി. കണ്ട, ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ വരുമ്പോൾ 38067 പ്ലസ് 21533 പ്ലസ് 20,000 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 79,567 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഓരോ സൈഡ് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസിങ് മീൻസ് ടാലി ആണോ നോക്കാം. നമുക്ക് ഇവിടെ വരുന്നത് 38067 21533 20,000 9,000. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ ചെയ്ത് നമ്മൾ ആദ്യം ലൈബിലിറ്റി സൈഡാണ് ടോട്ടൽ ചെയ്യുന്നത്. ലൈബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് 88,600 റുപ്പീസ് ആണ്. 88,600 റുപ്പീസ്. ഈ 88,600 റുപ്പീസ് ഉണ്ടല്ലോ, നമുക്ക് അതേ സെയിം എമൗണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. നമ്മുടെ ആൻസർ ഇവിടെ 600 ആണ് കേട്ടോ. 79,600. ഇനി ഈ സൈഡ് നമുക്ക് ആഡ് ചെയ്ത് വന്ന് നോക്കാം. 27,900 പ്ലസ് 11,020 പ്ലസ് 12,600 പ്ലസ് 080 പ്ലസ് 34,000. കണ്ടോ, 88,600. ഇങ്ങനെ ടാലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്കായി. ഫസ്റ്റ് ടൈം കഴിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നാം. പക്ഷെ നിങ്ങൾ ഒരൊറ്റ വട്ടം ചെയ്ത് ഈ ഓർഡറിൽ തന്നെ ചെയ്യാം. എന്തൊക്കെയാണ് മിസ് പറഞ്ഞ ഓർഡർ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ വർക്കിംഗ് നോട്ട് എഴുതുക. വർക്കിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? സാക്രിഫൈസ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഓൾഡ് റേഷ്യോ എന്ന് എഴുതാം. രണ്ടാമതായിട്ട് 3 അക്കൗണ്ടുകൾ വരച്ച് വെക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട്, റിവാലുവേഷൻ അക്കൗണ്ട്, ന്യൂ ബാലൻസ് ഷീറ്റ്. മൂന്നാമതായിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബാലൻസിങ് ഫിഗറുകൾ എഴുതി വെക്കുക. റിസർവുകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക, അതൊക്കെ ചെയ്യാം. നാലാമതായിട്ട് റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നോക്കിയിട്ട് കൂടിയോ കുറഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ചേഞ്ചസ് എമൗണ്ടുകൾ മാത്രം നമ്മൾ അതിൽ എഴുതിയാൽ മതി. അഞ്ചാമതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിവാലുവേഷൻ്റെ ബാലൻസിങ് ഫിഗർ, റിവാലുവേഷൻ്റെ ബാലൻസ് നമ്മൾ ആർക്ക് കൊടുക്കണം? ക്യാപിറ്റലിലേക്ക് കൊടുക്കണം. ഏത് ക്യാപിറ്റൽ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം കൊടുത്താൽ മതി.
ആറാമതായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ബാലൻസ് ഷീറ്റിൽ ക്യാഷിന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? അയാൾ കൊണ്ടുവന്ന ഗുഡ് വിൽ ആഡ് ചെയ്യണം, അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ഒപ്പം തന്നെ അസറ്റിന്റെ വാല്യൂ കൂടിയെങ്കിൽ കൂട്ടിയിട്ട് എഴുതുക, കുറഞ്ഞെങ്കിൽ മൈനസ് ചെയ്ത് എഴുതുക, പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഡെറ്റേഴ്സ് ചെയ്ത് മൈനസ് ചെയ്യുക, ടാലി ആക്കുക. ടാലി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഈസ് കറക്റ്റ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഓ മൈ ഗോഡ് ഇതൊക്കെ ഇങ്ങനെയാണ് ഞാൻ പഠിക്കാമെന്ന്. വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് 8 മാർക്ക് 1-2 പ്രോബ്ലം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും എല്ലാം അതും വളരെ സുഖമായിട്ട് ചെയ്യാം. മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കി ചെയ്യുക. 8 മാർക്ക് നിങ്ങൾ ആദ്യം മൈൻഡിൽ വരുത്താൻ എന്നുള്ളതാണ് മിസ്സിൻ്റെ ഉദ്ദേശം. ഇതിന് ശേഷം നമ്മൾ ഇനി വീഡിയോ എടുത്തത് 6 മാർക്കിനും 5 മാർക്കിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പം നമ്മൾ അതർ സബ്ജക്റ്റുകളും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടൈം വേസ്റ്റ് ചെയ്യാതെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് എത്താം. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്